ഹായ് ഗായ്സ്, നമുക്കിന്നൊരു കലണ്ടർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 6, 7, 8 സെൻറ്റിമീറ്റർ ഡയമീറ്ററിലുള്ള 3 സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുവിലും ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് ഒരു ചെറിയ സർക്കിളാണ്. അത് ഞാൻ വീഡിയോ കാണിച്ചിട്ടുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കണം. മുഴുവനായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ അധികം നാരോ ആവരുത്. നാരോ ആയാൽ അത് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി വലിയ സർക്കിളിൽ വയ്ക്കാൻ പാകത്തിനുള്ള ഒരു സ്ക്വയർ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ സ്ക്വയർ പേപ്പറിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചെറിയ സർക്കിൾ കയറ്റുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ബാക്കി 3 സർക്കിൾസും ഒന്നിന് പുറകെ ഒന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇത് ഗ്ലൂ ചെയ്ത് വെച്ചത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വട്ടത്തിലുള്ള പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മേലെ ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡേറ്റും മന്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു നീളത്തിലുള്ള പേപ്പർ വേണം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുപോലെ ആ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലോണം കറങ്ങുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പേപ്പർ ഒട്ടിച്ചതിന് ശേഷം ഒന്ന് കറക്കി നോക്കുക. വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ റെഡിയാണ്. ഇനി നമുക്ക് ഇതിന് വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇനി നിങ്ങൾ എടുക്കുമ്പം കുറച്ചും കൂടി കട്ടിയുള്ള പേപ്പർ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ചാർട്ട് പേപ്പറിലാണ് ചെയ്തത്. അതുകൊണ്ടിത് റോൾ ചെയ്ത് ചാർട്ടായതുകൊണ്ട് ഇത് നേരെ നിൽക്കുന്നില്ല. നിങ്ങൾ എടുക്കുമ്പോൾ കട്ടിയുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കലണ്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.